എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ഹിന്ദു ന്യൂസ് റിവ്യൂ നമ്മൾ റെസ്യൂം ചെയ്യാണ്. 5 ഏപ്രിൽ 2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറണ്ട് അഫയേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സമയമാണ് എക്സാമിനേഷനിൽ. അതുകൊണ്ട് എല്ലാ എക്സാംസിനും ഇപ്പോൾ PSC ആകട്ടെ, ബാങ്ക് ആകട്ടെ, മറ്റെന്ത് എക്സാം ആണെങ്കിലും ശരി, കറണ്ട് അഫയേഴ്സിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് പറ്റാവുന്ന രീതിയിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനാണ് നമ്മൾ ഈ പറയുന്ന ഹിന്ദു ന്യൂസ് റിവ്യൂവിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യും, അതുപോലെ തന്നെ മറ്റ് വൺ ലൈനർ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്യും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി ചിലപ്പോൾ ചില ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പൊതുവേ ഹിന്ദു ന്യൂസ് റിവ്യൂവിന്, ഈ മലയാളത്തിലുള്ള ഹിന്ദു ന്യൂസ് റിവ്യൂവിന് വ്യൂ കുറവായത് കാരണമാണ് ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ മാസം ഹിന്ദു ന്യൂസ് റിവ്യൂ ഇടായിരുന്നത്. എന്തായാലും നമ്മൾ ഇത്തവണ കൂടെ വീണ്ടും റെസ്യൂം ചെയ്യാണ്. ആദ്യത്തെ ഈ 5 ഏപ്രിൽ 2023 ആദ്യത്തെ ന്യൂസ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഓൺ ടേബിൾ ആസ് PM മീറ്റ്സ് ഭൂട്ടാൻ കിങ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഭൂട്ടാൻ കിങ്ങിനെ മീറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ പോയിന്റ് ദോക്കലാം എന്ന് പറഞ്ഞ ഏരിയയാണ്. ദോക്കലാം കിങ് ജിഗ്മെ കേസർ Namgyal and Narendra Modi discuss entire gamut of ties and progress in boundary talks between China and Bhutan, particularly about ദോക്കലാം സൈസ് ഫോറിൻ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദോക്കലാമാണെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ദോക്കലാം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? ദോക്കലാം ഒരു ട്രൈ ജംഗ്ഷനാണ്. ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്നത് 3 രാജ്യങ്ങളുടെയും ജംഗ്ഷനായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ടിബറ്റ് ആണെങ്കിലും, അതായത് ഇപ്പോൾ ചൈന കൺട്രോൾ ടിബറ്റ് ആണെങ്കിലും, ഇന്ത്യ ആണെങ്കിലും, ഭൂട്ടാൻ ആണെങ്കിലും, അതിൻ്റെയൊക്കെ ട്രൈ ജംഗ്ഷനിൽ വരുന്ന ദോക്കലാം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി റീസൺ ആണ് എപ്പോഴും, ഒരു കൺസേൺ ആണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇതൊരു മേജർ ഡിസ്കഷൻ പോയിൻ്റാണ് ഭൂട്ടാൻ കിങ്ങുമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ എന്നതാണ് ഈ പറയുന്ന ന്യൂസിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യവും അടുത്ത ആർട്ടിക്കിളും എന്താണ്? ചൈനയായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇൻവെൻറ്റഡ് നെയിംസ് വിൽ നോട്ട് ആൾട്ടർ റിയാലിറ്റി ഓഫ് അരുണാചൽ സൈസ് ഇന്ത്യ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയൊരു സ്ട്രാറ്റജിയാണ് ചൈന. 2017 ഇതുപോലെ ചൈന ചില നൈബറിങ് ഏരിയാസ്, ഇന്ത്യയുടെ ഉൾപ്പെടുന്ന ഏരിയാസിനെ അവർ റീനെയിം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതായത് അവരുടെ ടെറിട്ടറി എന്ന രീതിയിൽ. അപ്പോൾ ടെറിട്ടോറിയൽ അനക്സേഷൻ അവർക്ക് എപ്പോഴും, ഇപ്പോൾ നിയോ കൊളോണിയലൈസേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെറിട്ടോറിയൽ ആയിട്ടുള്ള അനക്സേഷൻസും അഗ്രസീവ് ആയിട്ടുള്ള പോളിസീസും ഒക്കെ ചൈന ഈ പറയുന്ന കുറേ നാളുകളായിട്ട് സൗത്ത് ചൈന സീയിലും ഇന്ത്യൻ്റെ ബോർഡറിലും അക്സൈ ചിനിലൊക്കെ ചെയ്തു വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വെർഷനാണ്. ചില പേരുകൾ അവർ സൗകര്യം പോലെ മാറ്റി ഇടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുതിയ പേരുകൾ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും ഒരു വ്യത്യാസവും വരാനില്ല എന്ന് ഇന്ത്യ റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. മധു ലിഞ്ചിങ് കേസിന് സെൻറ്റൻസ് ടു ബി പ്രൊണൗൺസ് ടുഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 years on 14 ഫൗണ്ട് ഗിൽറ്റി ഇൻ മധു ലിഞ്ചിങ് കേസ്, സെൻറ്റൻസസ് ടു ബി പ്രൊണൗൺസ് ടുഡേ. അടുത്തത്, സ്റ്റേറ്റ് ജെൻഡർ ബഡ്ജറ്റ് ഹാസ് ഓൾമോസ്റ്റ് ഡബിൾഡ് ഇൻ 5 years. വീണ, നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ് ജെൻഡർ ബഡ്ജറ്റ് ഹാസ് ഓൾമോസ്റ്റ് ഡബിൾഡ് ഇൻ 5 years. Countries that closed gender gap have experienced a positive ripple effect across all areas of development, says Sangeeta Reddy. Minister of Women and Child Development Veena George has emphasized the importance of Kerala's gender budget in promoting gender sensitive policies and schemes. പൊതുവേ കേരളം ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിസീസും സ്കീംസും അപ്പോൾഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഷി വാസ് സ്പീക്കിംഗ് അറ്റ് ദ G20 Empower meeting organized under the umbrella of Union Ministry of Women and Child Development at Kovalam here on Tuesday. അപ്പോൾ കോവളത്ത് നടന്ന G20 Empower മീറ്റിങ്ങിലാണ് ഈ പറയുന്ന ജെൻഡർ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിച്ചത്. സ്റ്റേറ്റ് ജെൻഡർ ബഡ്ജറ്റ് ഹാസ് ഓൾമോസ്റ്റ് ഡബിൾഡ് ഇൻ 5 years. അപ്പോൾ ജെൻഡർ ബഡ്ജറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ ജെൻഡർ ബയസ് ഇല്ലാതെ തന്നെ മുമ്പോട്ട് എംപവർ ചെയ്ത് അപ്പോൾഡ് ചെയ്യുന്ന വാല്യൂസാണ് ഇന്ത്യ എപ്പോഴും, കേരളം എപ്പോഴും, പോളിസീസാണ് കേരളം എപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ജെൻഡർ ബഡ്ജറ്റ് ഡബിൾ ചെയ്തിട്ടുണ്ട് 5 വർഷത്തിൽ എന്ന് വീണ ജോർജ്, കേരള വുമൺ ആൻഡ് ചൈൽഡ് മിനിസ്റ്റർ പറയുന്നു. അടുത്തൊരു ന്യൂസിൽ കേരളത്തിൻ്റെ ന്യൂസ് പട്ടയം ചെയ്തിട്ടാണ് ഇന്ന് കേരള എഡിഷനാണ് റിവ്യൂവിനെടുത്തത്. ഗവൺമെൻറ് ടു സെറ്റപ്പ് ശബരിമല ഡെവലപ്മെൻറ്റൽ അതോറിറ്റി. ഹൈ ലെവൽ മീറ്റ് കൺവീൻഡ് ബൈ CM decides to develop comprehensive software to digitize the entire pilgrimage process from virtual queue booking to distribution of ഓഫറിങ്. അപ്പോൾ എല്ലാ രീതിയിലും ഡിജിറ്റൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ശബരിമല ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിക്കാൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. കേരള CM ഹൈ ലെവൽ മീറ്റ് കൺവീൻ ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടു ഡിജിറ്റൈസ്, വെർച്വൽ ക്യൂ ആണെങ്കിൽ ശരി, ഈ പറഞ്ഞ ഓഫറിങ് ആണെങ്കിൽ ശരി, എല്ലാം ഈ പറയുന്ന ഡിജിറ്റലി നടത്തണമെന്ന് CM പറയുന്നു എന്ന് ആണ് വാർത്ത.
അടുത്തൊരു ന്യൂസ് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. മൾട്ടിപ്പിൾ പാത്വേസ് ബീങ് എക്സ്പ്ലോർഡ് ഫോർ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. അപ്പോൾ 4 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പുതിയ റിഫോംസ് വരാനിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇംപ്ലിമെൻറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് എക്സിറ്റ് കൂടി ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ അതായത് ഇപ്പോൾ 3 വർഷത്തിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കിട്ടും, അത് കഴിഞ്ഞിട്ട് 4 വർഷമാണെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രി കിട്ടും, അങ്ങനെ എക്സിറ്റ് ഓപ്ഷനും കൂടി ഉള്ളതുപോലെ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പ്രസ് റിസർവേഷൻസ് അബൌട്ട് എക്സിറ്റ് ഓപ്ഷൻ അറ്റ് വർക്ക്ഷോപ്പ് ടു റിവ്യൂ കരിക്കുലർ റിഫോം പ്രൊപ്പോസൽ ടു പ്രൊവൈഡ് ഓപ്ഷൻസ് ദാറ്റ് എനേബിൾ സ്റ്റുഡൻസ് ടു ഒബ്റ്റെയിൻ ഹോണേഴ്സ് ഡിഗ്രി ആൻഡ് സിംഗിൾ ആൻഡ് ഡബിൾ മേജേഴ്സ് ഇൻ വേരിയസ് സ്പെഷ്യലൈസേഷൻസ് അങ്ങനെ പറയുന്നു. അപ്പോൾ ദ കോഴ്സ് വിൽ ആൾസോ പ്രൊവൈഡ് ഓപ്ഷൻസ് ദാറ്റ് എനേബിൾ സ്റ്റുഡൻസ് ടു ഒബ്റ്റെയിൻ ഹോണേഴ്സ് ഡിഗ്രി ആൻഡ് സിംഗിൾ ആൻഡ് ഡബിൾ മേജേഴ്സ് ഇൻ വേരിയസ് സ്പെഷ്യലൈസേഷൻസ്. The proposed 4-year course will allow students to exit after 3 years with a UG degree in the major discipline. അപ്പം 3 വർഷം കഴിഞ്ഞാൽ എക്സിറ്റ് ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ഈ പറഞ്ഞ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോറത്തിൽ കരിക്കുലർ റിഫോമിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഈ ചൈനയുടെ അഗ്രഷനാണ്, ചൈനയുടെ ലാൻഡ് ഗ്രാബോ അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ആയിട്ടുള്ള അനക്സേഷനെ കുറിച്ചുമാണ് ഇപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോൾ ചൈനാസ് റീനെയിമിംഗ് ഓഫ് ഏരിയാസ് ഇൻ അരുണാചൽ പ്രദേശ് ഇസ് എ ന്യൂ ലോ ഇൻ ടൈസ് വിത്ത് ഇന്ത്യ. എപ്പോഴും ഇന്ത്യയും ചൈനയായിട്ട് വളരെ മോശമായിട്ടുള്ള ബന്ധമാണ്, അത്ര നല്ല സുഖത്തിലുള്ള ബന്ധമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നത്. പൊതുവേ നെയ്ബറിങ് രാജ്യങ്ങളുമായിട്ട് നല്ല ടൈപ്പ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് അതുപോലെ തന്നെ ഫോറിൻ പോളിസിയിലും ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പാകിസ്ഥാനുമായിട്ടും വളരെ മോശമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ല മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ചൈനയും ഒരു ഡിപ്ലോമാറ്റിക് ബൈലാറ്ററൽ ടോക്സ് പലപ്പോഴും പല മൾട്ടിലാറ്ററൽ ഫോറംസിലും ഇന്ത്യ ഇപ്പോൾ G20 മറ്റ് പല സ്ഥലങ്ങളിലാണെങ്കിലും ഇപ്പോൾ റാറ്റ്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷനിലും ഇന്ത്യയും ചൈനയും ഒരുമിച്ചുണ്ടെങ്കിലും പലപ്പോഴും ഇങ്ങനെയുള്ള ബൈലാറ്ററൽ ടോക്കുകൾ ഇല്ലാത്തത് കാരണം ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് എസ്കലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പെട്രോളിയം പോയിൻറ്റ് 15 നിന്ന് 2 ട്രൂപ്സും ഡിസെൻഗേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതൊരു റിലീഫായിരുന്നു. കാരണം ചില പെട്രോളിയം പോയിൻറ്റുകളിൽ നിന്ന് ഇന്ത്യയുടെ ആർമി അതുപോലെ തന്നെ ചൈനയുടെ ആർമിയും റിലീവ്ഡായി അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോയിരുന്നു. പക്ഷേ വീണ്ടും അത് വഷളാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ചൈനാസ് റീനെയിമിംഗ് ഓഫ് ഏരിയാസ് ഇൻ അരുണാചൽ പ്രദേശ്. 2017 ചൈന ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ അത് ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റില്ലാത്തതാണ്. കാരണം അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും മറ്റൊരു രാജ്യത്ത് രാജ്യത്തെ ആൾക്കാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിനോ ഇവിടുത്തെ ഏരിയാസിനെ റീനെയിം ചെയ്യാനൊന്നുള്ള അധികാരമില്ല. അപ്പോൾ പേരുകൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെലിബറേറ്റ് എഫറൻറ്റ് ടു ഇന്ത്യസ് ടെറിട്ടോറിയൽ സോവറിറ്റി എന്നും. അപ്പോൾ ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഇൻറ്റഗ്രിറ്റിനെയും സോവറിറ്റിനൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇൻവെൻറ്റഡ് നെയിംസ് വിൽ നോട്ട് ഓൾട്ടർ ദ റിയാലിറ്റി ദാറ്റ് അരുണാചൽ പ്രദേശ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ അതാണ് പറയുന്നത്. അതായത് നിങ്ങൾ പേരുകൾ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം എന്താണ്, അരുണാചൽ പ്രദേശ് എപ്പോഴും ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ മാപ്പിലുള്ള ഇന്ത്യൻ്റെ അംഗീകരിച്ച ടെറിട്ടോറിയൽ ആയിട്ടുള്ള ബൗണ്ടറിയിനുള്ളിലുള്ളൊരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇതിൽ പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്, ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ ബൈലാറ്ററൽ ടോക്സ് ഒഴിവാക്കിയിട്ടാണല്ലോ മറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് ലീഡർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളിൽ ചൈന കാണിക്കാത്തതും കൊണ്ട് എപ്പോഴും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് ചൈന മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പോലൊരു പ്രൊഫൈലുള്ള രാജ്യം പൊതുവെ പീസും അതുപോലെ തന്നെ മറ്റ് സ്ട്രക്ചറൽ റിഫോംസും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇൻറ്റേർണൽ ആയിട്ടുള്ള സെക്യൂരിറ്റിയൊക്കെ ബാധിക്കുന്ന പോലെയുള്ള ടെറിട്ടോറിയൽ ആയിട്ട് ലാൻഡ് ഗ്രാബൊക്കെ നടക്കുന്നത് ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഏത് രീതിയിൽ മുമ്പോട്ട് പോകും എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. It is necessary, the light of China's latest act of belligerence, that the government shows more clarity on the nature of its conversations thus far. Until the government probes the reasons behind China's move and the motivation for its persistent aggressions, it will be hard to prepare for a future course of action, even it encounters China's false narrative and renaming of areas that are firmly within India's boundaries. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെയുള്ള നെറേറ്റീവ്, അപ്പോൾ എന്താണ് ഇതിൻ്റെ മോട്ടീവെന്ന് നമ്മൾ നോക്കിയേ തന്നെ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചർച്ച തന്നെ ഇതിന് ആവശ്യമാണ്. 2 രാജ്യങ്ങൾ തമ്മിലും കാര്യങ്ങൾ പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. ഇതൊരു വൺ ലൈനർ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഗുജറാത്ത് റിഫൈനറീസ് ഫോം ലയൺ ഷെയർ ഓഫ് ഇന്ത്യ സർജിങ് ഫ്യൂവൽ എക്സ്പോർട്സ്
നടത്തുന്നതിൽ ഗുജറാത്ത് റിഫൈനറീസ് ആണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്സ് നടത്തുന്നു എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഷെയർ ഇൻ ഇന്ത്യാസ് എക്സ്പോർട്സ് ഇൻക്രീസ് ഫ്രം 20.8% ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഇയർ 18 ആൻഡ് ഫിനാൻഷ്യൽ 21 ടു 30% ഇൻ ഫിനാൻഷ്യൽ ഇയർ 2022. അപ്പോൾ ഫിനാൻഷ്യൽ 2022 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഷെയർ, എക്സ്പോർട്സിൻ്റെ ഷെയർ ഈ പറഞ്ഞ ഗുജറാത്ത് റിഫൈനറീസിൽ നിന്ന് 30% വർദ്ധിച്ചു എന്ന് പറയുന്നു. ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. അടുത്തൊരു ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് വേക്കൻസീസ് ഓഫ് ജഡ്ജസ് റിമൈൻ ഹൈ, കേസസ് പൈലപ്പ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വേക്കൻസീസ് ഓഫ് ജഡ്ജസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേസസിൻ്റെ പെൻഡൻസി വളരെ കൂടുതലാണ്. ഇപ്പോൾ ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് അതുപോലെ തന്നെ അവരുടെ ട്രാൻസ്ഫേഴ്സുമായി ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി നടക്കുന്നത് എന്താണെന്ന് പറയാമോ? അതായത് സെൻട്രൽ ഗവൺമെൻറ് പേര് കൺസിഡർ ചെയ്ത് ചില പേരുകൾ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി അയച്ചിട്ട് കുറച്ച് പേരുകൾ കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ ആ കാര്യത്തിൽ തീരുമാനം എടുക്കാതെ, ഈ ജഡ്ജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാതെ സെൻട്രൽ ഗവൺമെൻറ് വൈകിക്കുക. അത് മാത്രമല്ല ചില മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഈ പറയുന്ന കൊളീജിയൻ സിസ്റ്റത്തിനെ എതിർക്കുക. കൊളീജിയൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഈസ് നെയിമിങ് അല്ലെങ്കിൽ ദേ ആർ നെയിമിങ്, കളക്റ്റീവ്ലി നെയിമിങ് സം നെയിംസ്. അവർ കുറച്ച് പേരുകൾ പറയും, അപ്പോൾ ആ പേരുകൾ തന്നെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞൊരു കൊളീജിയൻ സിസ്റ്റം ഉണ്ട്. സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടാണ് അപ്പോൾ അടുത്ത അപ്പോയിൻമെൻറ്റുകൾ തീരുമാനിക്കുന്നത്. അങ്ങനെ അതായത് അറ്റ്ലീസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൊളീജിയൻ സിസ്റ്റത്തിനെ ഓപ്പോസ് ചെയ്യുകയും പരസ്യമായിട്ട് ഓപ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ പോലൊരു കമ്മീഷനാണ് ഇനി ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, സ്ട്രൈക്ക് ഡൗൺ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെയുള്ള ഓപ്പൺ ഡിഫിയൻസ് ആണ് മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ബാക്ക്ഡ്രോപ്പിലാണ് ഈ ന്യൂസ് വരുന്നത്. വേക്കൻസീസ് ഓഫ് ജഡ്ജസ് റിമൈൻ ഹൈ, കേസസ് പൈലപ്പ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട്. വളരെയധികം കൂടുതൽ പെൻഡൻസി ഓഫ് കേസസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഉക്രൈൻ, റഷ്യ ഒക്കെ എപ്പോഴും ന്യൂസിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഫിൻലാൻഡ് ജോയിൻസ് നാറ്റോ ബ്ലോക്ക്, റഷ്യ സേസ് മൂവ് വിൽ എസ്കലേറ്റ് ഉക്രൈൻ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ ന്യൂസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫിൻലാൻഡ് നാറ്റോയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്. നാറ്റോ എന്ന് പറയുന്നൊരു ഡിഫൻസ് അലിയാണ്. വെസ്റ്റേൺ ഡിഫൻസ് അലീസ് ഒരുമിച്ച് ചേരുന്നൊരു കൊയിലേഷനാണ് ഈ നാറ്റോ എന്ന് പറയുന്നത്. നാറ്റോ ബ്ലോക്കിൽ ഫിൻലാൻഡ് ജോയിൻ ചെയ്യുകയാണ്. ഇനി സൂൺ സ്വീഡനും കൂടെ ജോയിൻ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ റഷ്യക്ക് ഇത് വളരെയധികം പ്രകോപിപ്പിക്കുന്ന ഒരു സിനാരിയോ ആണ്. അപ്പോൾ റഷ്യ പറയുന്നത് ഇറ്റ് വിൽ എസ്കലേറ്റ് ഉക്രൈൻ കോൺഫ്ലിക്റ്റ്, ഉക്രൈനിലുള്ള പ്രശ്നങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ എസ്കലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് റഷ്യ പറയുകയാണ്. വളരെയധികം എന്താ പറയുക, എക്കണോമിക് ആയിട്ടുള്ള അതുപോലെ തന്നെ സെക്യൂരിറ്റി വൈസും വളരെയധികം റാമിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിപ്പർക്കഷൻസ്, സിഗ്നിഫിക്കൻസ് ഉള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ഉക്രൈനും അടുത്ത വാറും, രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തിക്കുന്ന വാറും. അതുപോലെ തന്നെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള സൈഡ്. ഈ പറഞ്ഞ ഉക്രൈൻ ബാക്ക്ഡ് ബൈ വെസ്റ്റേൺ അലീസ്, വെസ്റ്റേൺ കൂട്ടുകാരും ഉക്രൈനും, അതുപോലെ തന്നെ ഒരു സൈഡിൽ റഷ്യയും അതുപോലെ തന്നെ മറ്റ് അലീസും. റഷ്യ ആക്ച്വലി ഇപ്പോൾ ചൈനയൊക്കെ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ US പോലുള്ളൊരു വലിയ രാജ്യം സപ്പോർട്ട് ചെയ്യുന്നത് ഉക്രൈനെയാണ്. അപ്പം US, UK ഒക്കെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഉക്രൈനാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വാർ ഫ്യൂവൽ ചെയ്യുന്നതിന് പകരം എല്ലാ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും രാജ്യങ്ങളും മീഡിയേറ്റ് ചെയ്ത് വാർ നിർത്തി ഈ പറയുന്ന എക്കോണമിക് ആയിട്ടുള്ള അതുപോലെ തന്നെ സെക്യൂരിറ്റി വൈസ് ഇമ്പാക്റ്റും മാക്സിമം പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടതാണ് എന്നാണ് ശരിക്കും ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ചിന്തിക്കേണ്ട കാര്യം. സലീം ദുരനിനെ കുറിച്ചൊരു വാർത്തയുണ്ട്. സലീം ദുരനി ഇതിനിടെയാണ് അന്തരിച്ചത്. അപ്പോൾ ക്രിക്കറ്റ് പ്ലെയറാണ്, ഒന്ന് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓൺ ട്വിറ്റേഴ്സ് ഓപ്പൺ സോഴ്സ് പ്രോമിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. വൈ ഹാസ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ദ റെക്കമെൻഡേഷൻ അൽഗോരിതം ഓഫ് ട്വിറ്റർ ഓപ്പൺ ടു ദ പബ്ലിക്. അപ്പോൾ ട്വിറ്ററിൻ്റെ അൽഗോരിതംസൊക്കെ ഓപ്പൺ സോഴ്സ് കോഡായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓൺ April 1 ട്വിറ്റേഴ്സ് റെക്കമെൻഡേഷൻ കോഡ് വാസ് മെയ്ഡ് പബ്ലിക്. ഡെവലപ്പേഴ്സ് ക്യാൻ നൗ മോഡിഫൈ ആൻഡ് മേക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് ടു ദ കോഡ്. അപ്പോൾ ഡെവലപ്പേഴ്സിന് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അതിൽ കോഡിനെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നീഡ് എക്സ്പീരിയൻസ് ഡെവലപ്പേഴ്സ് ടു കീപ് ബിൽഡിംഗ് ന്യൂ ഫീച്ചേഴ്സ് ആൻഡ് ഡിപ്ലോയിങ് ദം സക്സസ്ഫുള്ളി. Therefore, Mr. Musk might think opening the source code to external developers could potentially solve the human resource bottleneck, but it will be tough road as Mr. Musk had damaged Twitter's reputation in open source community. അപ്പോൾ ഇതിലൊരു കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും അതിൽ എഡിറ്റ് ചെയ്യും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. ഇപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഡെവലപ്പേഴ്സ് ക്യാൻ നൗ മോഡിഫൈ ആൻഡ് മേക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് ടു ദ കോഡ്. അപ്പോൾ ഡെവലപ്പേഴ്സിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇതിൽ നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മസ്ക് ഒരുപാട് പേരെ, ഇപ്പോൾ ട്വിറ്റർ ഏറ്റെടുത്തതിന് ശേഷം മസ്ക് ഒരുപാട് പേരെ പുറത്താക്കിയിരുന്നു. അപ്പം ആ ഹ്യൂമൻ റിസോഴ്സ് ബോട്ടിലൊക്കെ എന്ന് പറയുന്നത്, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും അപ്ഡേഷൻസ് വരുന്ന ആളാണ്. മാത്രമല്ല മസ്ക് ഒരു ചാരിറ്റി ആംഗിളിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല, വളരെയധികം എഗ്രസീവായിട്ടൊരു ബിസിനസ്മാനാണ്. അപ്പോൾ കൂട്ടി വായിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേരെ പുറത്താക്കിയ ഒരു കമ്പനിയിൽ നിന്ന് ഇത് ഓപ്പൺ സോഴ്സ് ആക്കി കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിനെ, അതായത് വളരെ എന്താ പറയുക എഫിഷ്യൻ്റായിട്ട് ഡെവലപ്പേഴ്സിന്
ഇത് കോഡ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറയുന്നു. നേരെ മറിച്ച് ഹ്യൂമൻ റിസോഴ്സ് വൈസ് ഒരുപാട് പേരെ പുറത്താക്കിയെന്ന രീതിയിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഇനി വീണ്ടും, അതായത് ഹ്യൂമൻ റിസോഴ്സിനെ അല്ലെങ്കിൽ ആൾക്കാരെ, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അക്വയർ ചെയ്യുക എന്ന് പറയുന്നതിന് പകരം ഇത് ഓപ്പൺ സോഴ്സ് കോഡാക്കി എന്ന് ആണ് പറയുന്നത്. അങ്ങനെ ഒരു ആംഗിളും കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എഫക്റ്റീവ് ആണെങ്കിൽ നമ്മളിത് തുടർന്നു കൊണ്ടുപോകുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.